ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോർഷൻ വരെയുള്ളത് കഴിഞ്ഞ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8th ടേം തന്നിട്ടുണ്ട്, 12th ടേം തന്നിട്ടുണ്ട്. ഓൾജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓൾജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം നമുക്കറിയാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഓൾജിബ്ര എക്സ്പ്രഷൻ? എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണല്ലോ. ഈ ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ, എക്സ്പ്രഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഡിയും വേണം എഫും വേണം. ഡിയും എഫും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓൾജിബ്ര എക്സ്പ്രഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് 8th ടേമും 12th ടേമും ഉണ്ട്. നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് ഡി കാണാം. അതായത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ x12 ഉണ്ട്, x8 ഉണ്ട്, പൊസിഷൻസ് 12, 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു x12 മൈനസ് x8 ഡിവൈഡഡ് ബൈ 12 മൈനസ് 8. x12 എന്ന് പറയുന്നത് 8, x8 എന്ന് പറയുന്നത് 12. 8 മൈനസ് 12 ബൈ 12 മൈനസ് 8 കണ്ടുപിടിക്കുമ്പോൾ 4 എന്ന് വരും. ഇപ്പോൾ 8 12 പോകുമ്പോൾ -4, -4 ബൈ 4 -1. കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടി വേണം? എഫും കൂടി വേണം ഈ ഇക്വേഷനിൽ. എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് x8 ഉണ്ട്. x8 കിട്ടുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 7 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ 8th ടേമിൽ നിന്ന് 7 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 12 മൈനസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. ദറ്റ് ഈസ് 12 പ്ലസ് 7 19. അപ്പോൾ ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് എക്സ് എൻ എന്ന് പറയുന്നത് ഡി എൻ, ഡി എത്രയാ? -1. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, 19 മൈനസ് -1. ഇവിടെ -1 ആകുമ്പോൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് സൈൻ മാറ്റിയിടും. 19 പ്ലസ് 1 20 വരും. അപ്പോൾ -1 ഇൻറ്റു എൻ -n പ്ലസ് 20. അതാണ് ഈ സീക്വൻസ്. അതായത് x8 12ഉം x12 8ഉമായിട്ടുള്ള സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു വേറൊരു മോഡലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ മലയാളത്തിൽ കിളികളുടെ ഒരു കഥയായിട്ടൊരു ഇത് കേട്ടിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളോളം, ഞങ്ങളിൽ പകുതിയും അതിൻ പകുതിയും നീയും ചേർന്നാൽ 100. അതേപോലെ 100ന് പകരം ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാറ്റിയേക്കുക. നോക്കിക്കേ, വി ആൻഡ് വി എഗെയിൻ, ബേർഡ്സ് പറയുന്നതാണ്. വി ആൻഡ് വി എഗെയിൻ ടുഗദർ വിത്ത് ഹാഫ് ഓഫ് us ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് ആൻഡ് 1 more ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ കിളികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. നമ്പർ ഓഫ് ബേർഡ്സ് x എന്ന് എടുക്കുന്നു. പറയുന്നത് വി എന്ന് പറഞ്ഞാൽ കിളികളുടെ എണ്ണം x. വി ആൻഡ് വി എഗെയിൻ, അത്രയും കൂടെ എക്സും അത്രയും കൂടെ x+x ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, ഇതിൻ്റെ ഹാഫ് x/2. ഇനിയും എന്താ തന്നെ? ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, ഇതിൻ്റെ ഹാഫ് x/2ൻ്റെ ഹാഫ് x/4 പ്ലസ് 1 ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ x+x പ്ലസ് x/2 പ്ലസ് x/4 പ്ലസ് 1 ഈസ് എ നാച്ചുറൽ നമ്പർ. x+x 2x, x/2 x/4യുടെ 3x/4 പ്ലസ് 1. ഇവിടെ നമുക്ക് LCM, അതായത് കോമൺ ഡിനോമിനേറ്റർ 4 എടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ബൈ 8x പ്ലസ് 3x പ്ലസ് 4/4. ഇത് 11x പ്ലസ് 4/4. ഇതെന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ദിസ് ഈസ് എ നാച്ചുറൽ നമ്പർ. 11x പ്ലസ് 4/4 ഒരു നാച്ചുറൽ നമ്പറാണ്. 11x പ്ലസ് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 11x പ്ലസ് 4 എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടത്തുള്ളൂ.
മൾട്ടിപ്പിൾ അല്ല എങ്കിൽ എന്ത് ചെയ്യും? റിമൈൻഡർ വരും, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് വരും, ഒക്കെ ചെയ്യത്തില്ലേ? അപ്പോൾ 11x + 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. Therefore നോക്കിക്കേ, 11x + 4 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 11 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടെ 12 ആയിരുന്നു എങ്കിൽ 12x + 4 എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം എന്താ? ഒരു നാച്ചുറൽ നമ്പറേ വരൂ നമുക്കറിയാം. കാര്യം ഇവിടെ കോമൺ നമുക്ക് 4 എടുത്ത് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ അങ്ങനെ പറ്റാത്തത് കൊണ്ട് 11x + 4 ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് 11x + 4ൽ നിന്നും നമുക്കൊരു 4 കോമൺ എടുത്ത് ഡിനോമിനേറ്ററുമായിട്ട് വെട്ടിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ കിട്ടത്തുള്ളൂ. അങ്ങനെ കോമൺ എടുക്കാൻ പറ്റണമെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ ആയിരിക്കണം? 4, 8, 12 ഈ വാല്യൂസ് വന്നെങ്കിൽ നമുക്കൊരു 4 കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. Therefore the possible values of x are 4, 8, 12x. അതായത് 4ന്റെ മൾട്ടിപ്പിൾസ് മാത്രമായിരിക്കും ഇവിടെ വരുന്നത് എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ ബേർഡ്സിൻ്റെ പോസിബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ബേർഡ്സിൻ്റെ നമ്പറാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത് ആദ്യം. അപ്പം പോസിബിൾ നമ്പേഴ്സ് ഓഫ് ബേർഡ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദി ലീസ്റ്റ് ഈസ് 4, 8, 12 എക്സെട്ര. അതിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം dn + f - d. d എന്ന് പറയുന്നത് എന്താണ്? 4n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ 4 - 4 0 ആയിപ്പോവും. അപ്പം എന്ത് വരും? ഇതിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ 4n. അതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ. ഇനി അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. റൈറ്റ് ദി സം ടോൾഡ് ബൈ ദി ബേർഡ് ഓൾസോ. ബേർഡ് പറഞ്ഞ സം എന്തൊക്കെയാകാം? ഈ സം ഏതൊക്കെ വാല്യൂസ് ആകാം? അതായത് 11x + 4/4 എന്ന് പറയുന്നത് ഏതൊക്കെ? നമ്മളിപ്പോൾ പറഞ്ഞത് എക്സിന് പറ്റുന്ന വാല്യൂസാണ് പറഞ്ഞത്. എക്സിന് ആ വാല്യൂ കൊടുക്കുമ്പോൾ ഈ പാർട്ട് എന്തായിട്ട് മാറും? അതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ എക്സിന് 4 കൊടുക്കുമ്പോൾ ഓക്കെ 11 × 4 + 4/4 അത് 12 എന്ന് കിട്ടും. എക്സിന് 8 എന്ന് കൊടുക്കുമ്പോൾ 11 × 8 + 4/4 അത് കണ്ടുപിടിക്കുമ്പോൾ 23 കിട്ടും. എക്സിന് 12 എന്ന് കൊടുക്കുമ്പോൾ 34 എന്ന് കിട്ടും. അപ്പോൾ ഈ കിളി പറഞ്ഞ സം ആകാൻ പറ്റുന്ന സീക്വൻസ് ഏതൊക്കെയാണ്? ഏതാണ്? 12, 23, 34 എക്സെട്ര. അതിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ എങ്ങനെ വരും? dn. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 12ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 23, 23 കൂടെ 11 കൂട്ടുമ്പോൾ 34. Therefore its common difference is 11. 11n plus f minus d, 12 minus 11. അപ്പോൾ 11n + 1 അതാണ് ഈ സീക്വൻസിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ. എന്താ പറയാം? നമുക്ക് ആ കൊടുത്തേക്കുന്നതിനകത്തിൽ ബേർഡ്സ് പറഞ്ഞത് എന്താ? നമ്പർ ഓഫ് ബേർഡ്സ് നമുക്ക് അറിയത്തില്ല, നമ്മളത് എക്സ് എന്ന് എടുത്താൽ എങ്ങനെ പറയാത്? വി ആൻഡ് വി അഗെയിൻ. ഇപ്പോൾ വി എന്ന് ബേർഡ്സ് പറയുന്നത് എത്ര ബേർഡ്സ് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ്. അത് എക്സ് എന്നെടുത്താൽ വി അഗെയിൻ എക്സ് + x പ്ലസ് ഹാഫ് ഓഫ് ദാറ്റ് എക്സിൻ്റെ ഹാഫ് x/2. ഹാഫ് ഓഫ് ദാറ്റ് ഇതിൻ്റെ ഹാഫ്, അതായത് വി ആൻഡ് വി അഗെയിൻ, ഹാഫ് ഓഫ് അസ് ഇതിൻ്റെ ഹാഫ്, ഹാഫ് ഓഫ് ദാറ്റ് ഇതിൻ്റെ ഹാഫ് x/4 + 1 അതൊരു നാച്ചുറൽ നമ്പർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 11x + 4/4 നാച്ചുറൽ നമ്പർ ആകണമെങ്കിൽ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ 4 ഉള്ളത് കൊണ്ട് 11x എന്ന് പറയുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആകണമെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം? 11x + 4. 11x + 4 എന്ന് പറയുന്നത് അതിൽ നമുക്കൊരു 4 കോമൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ വേണം? എക്സും കൂടി ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു 4 കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സിന് വരുന്ന വാല്യൂസ് 4, 8, 12 എക്സെട്ര. അപ്പോൾ ബേർഡ്സിൻ്റെ എണ്ണമാകാൻ പറ്റുന്നത് 4, 8, 12. എക്സിൻ്റെ വാല്യൂ അല്ലേ ബേർഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതാകാൻ പറ്റുന്നത് 4, 8, 12 എക്സെട്ര. ഇനി അതിൻ്റെ ഓൾജിബ്രൈ എക്സ്പ്രഷൻ എഴുതി 4 എന്നു കിട്ടി. ഇനി സം, അതായത് ഈ സം ആകാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെ? എക്സിന് 4 കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ കിട്ടും? എക്സിന് 8 കൊടുക്കുമ്പോൾ ഏത് വാല്യൂ കിട്ടും? എക്സിന് 12 കൊടുക്കുമ്പോൾ ഏത് വാല്യൂ കിട്ടും? അതാണ് തന്നേക്കുന്നത്.
എന്നിട്ട് ആ കിട്ടുന്ന സംസ് എല്ലാം കൂടി ഒരു സീക്വൻസ് ആക്കിയേക്കുന്നു. അതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഇങ്ങനെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു അബദ്ധം പറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിയേക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് പറയാം. നിങ്ങൾ എഴുതുമ്പോൾ വേണം ഓർഡറിൽ എഴുതിക്കൂ. തേർഡ് കഴിഞ്ഞിട്ട് ഫോർത്ത് എഴുതിക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻ ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 2/3, ഇങ്ങനെ വരുന്ന സീക്വൻസിനകത്തിൽ എന്താ കാണുമെന്ന വരുന്ന ടേംസ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഒരു ഈവൻ നമ്പർ പോലും കാണത്തില്ല. ഇതാ നോക്കിക്കേ, ഇതിനകത്തിൽ നമുക്ക് നാച്ചുറൽ നമ്പർ വരുന്നത് എല്ലാ ഓഡ് നമ്പേഴ്സും വരും, പക്ഷേ ഈവൻ നമ്പേഴ്സ് ഒന്നും തന്നെ വരില്ല. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കൊണ്ട് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. dn പ്ലസ് എഫ് മൈനസ് ഡി, ഡി 2/3n പ്ലസ് 1/3 മൈനസ് 2/3, ദറ്റ് ഈസ് 2/3n മൈനസ് 1/3. 3 കോമൺ ഡിനോമിനേറ്റർ ആക്കിക്കൊണ്ട് 2n മൈനസ് 1/3. ഇതേ ഉള്ളൂ dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്റർ 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു പ്ലസ് 1 മൈനസ് 1, അങ്ങനെ 2/3n മൈനസ് 1/3. ഇവിടെയും കോമൺ ഡിനോമിനേറ്റർ വരും 2n മൈനസ് 1/3. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തിൽ എന്തു വരില്ല എന്ന്, ഈവൻ നമ്പർ വരില്ല. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും 2n എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പറാണ്. ഒരു നമ്പറിനെ 2 കൊണ്ട്, ഈവൻ നമ്പറിനെ ഓൾഡ് നമ്പറിനെ ആയാലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ഈവൻ നമ്പർ. അപ്പോൾ 2n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. 2n എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പറാണ്. ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പർ കിട്ടും. അപ്പോൾ 2n മൈനസ് 1 എന്ന് പറയുന്നത് എന്നിന് ഏത് വാല്യൂ കൊടുത്താലും 2n മൈനസ് 1 എന്തായിരിക്കും? 2n മൈനസ് 1 ഈസ് ആൻ ഓഡ് നമ്പർ. ഈ 2n മൈനസ് 1നെ എന്ന് പറയുന്ന ഓഡ് നമ്പറിനെ മറ്റൊരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഒരിക്കലും ഈവൻ നമ്പർ കിട്ടത്തില്ല. ഒരു ഓഡ് നമ്പറിനെ മറ്റൊരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഈവൻ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ 2n മൈനസ് 1/3 ഈസ് നോട്ട് ആൻ ഈവൻ നമ്പർ. 2n മൈനസ് 1/3 ഒരിക്കലും ഈവൻ നമ്പർ ആകത്തില്ല. അപ്പോൾ ഈ സീക്വൻസിനകത്തിൽ എന്ത് കാണത്തില്ല? ഈവൻ നമ്പർ കാണത്തില്ല. Therefore, this sequence contains no even numbers but all odd numbers. 2n മൈനസ് 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ഫ്രാക്ഷൻസ് കിട്ടാം, ബാക്കി ഓഡ് നമ്പേഴ്സും ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസിനകത്തിൽ വരുന്ന എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഉണ്ടാവുക ഇല്ല. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ടേം 1/3ഉം കോമൺ ഡിഫറൻസ് 1/6ഉം ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ആ സീക്വൻസിനകത്തിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരുന്നു എന്ന് നമുക്ക് കാണിക്കണം. ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 1/6. അങ്ങനെയാകുമ്പോൾ ആ സീക്വൻസിൻ്റെ nth ടേം dn പ്ലസ് എഫ് മൈനസ് ഡി 1/6n പ്ലസ് 1/3 മൈനസ് 1/6. 1/3ൽ നിന്ന് 1/6 കുറയ്ക്കുമ്പോൾ 1/6 കിട്ടും. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എടുത്ത് n പ്ലസ് 1/6 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ സീക്വൻസ് ഫസ്റ്റ് ടൈം 1/3ഉം കോമൺ ഡിഫറൻസ് 1/6ഉമായിട്ടുള്ള സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് n പ്ലസ് 1/6. ഇതിനകത്ത് n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 2, 2/6. 2/6 എന്ന് പറഞ്ഞാൽ 1/3. n-ന് 2 കൊടുത്തേ 2 പ്ലസ് 1 3, 3/6. 3/6 1/2. ഇനി n-ന് 3 കൊടുത്തേ 3 പ്ലസ് 1 4, 4/6.
2/3 എന്ന് വരും. അങ്ങനെ അടുത്തത് എന്നിന് 4 കൊടുത്തേ. 4 + 1 5, 5/6. ഇനി 5 കൊടുത്തേ. 5 + 1 6/6 1. അപ്പോൾ 5 കൊടുത്തപ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കിട്ടി. അപ്പോൾ ഈ n+1 എന്ന് പറയുന്നത് n+1/6 നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ n+1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമുക്ക് n+1 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ n എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിളിൽ നിന്നും 1 കുറയ്ക്കുന്നതായിരിക്കണം. എങ്കിൽ അതിനോട് 1 കൂട്ടുമ്പോൾ മൾട്ടിപ്പിൾ ആകത്തുള്ളൂ. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6, 12, 18 എക്സെട്ര. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓരോന്ന് കുറയ്ക്കുക. ആ വാല്യൂസ് എന്നിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ നമ്പേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. എന്നിന് ഏതൊക്കെ വാല്യൂ? 5, 11, 17. അതായത് 6ൽ നിന്ന് 1 കുറച്ചു 5, 12ൽ നിന്ന് 1 കുറച്ചു 11, 18ൽ നിന്ന് 1 കുറച്ചു 17. അടുത്തത് 24ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 23. അങ്ങനെ കിട്ടുന്ന ആ സീക്വൻസ് എന്നിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ സീക്വൻസിലെ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര എന്ന നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ എന്നിന് 5, 11, 17, 23, 29 അങ്ങനെ വാല്യൂസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം വരും. അപ്പോൾ ഫ്രാക്ഷൻസാണ് വരുന്നത്. അപ്പോൾ ഈ സീക്വൻസ് വരുന്ന എന്നിൽ വരുന്ന വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അതായത് ഈ സീക്വൻസിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര ബിലോങ്സ് ടു ദി സീക്വൻസ്. അതായത് 4, 7, 10 എക്സെട്ര നമ്മുടെ സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ സ്ക്വയറുകളും ഈ സീക്വൻസിൽ അകത്ത് കാണും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 4ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ, അങ്ങനെ ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സിനെയും സ്ക്വയറിനകത്ത് കാണും. നമുക്ക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നോക്കാം. xn = dn + f - d. d എത്രയാ? d3 ആണ്. അപ്പോൾ 3n + f - d 4 - d, ദാറ്റ് ഈസ് 3n + 1. ഈ 3n + 1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 3n + 1 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 3n + 1 എന്ന് പറയുന്ന സീക്വൻസിനകത്തിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നതും 4ൽ 1 വരുന്ന സീക്വൻസാണ്. അത് 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ ഇവിടെ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസാണിത്, സ്റ്റാർട്ടിങ് ഫ്രം 4. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും ഇതിൻ്റെ സ്ക്വയറുകളുടെ ഇപ്പോൾ ഈ ടേമുകളുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഇതാകുമ്പോൾ ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കത്തില്ലേ ടേമുകളെല്ലാം? 3n + 1 ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്കുള്ള 4, 7, 10 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണിത്. അതിൻ്റെ സ്ക്വയറുകൾ, അതിലെ ടേമുകളുടെ സ്ക്വയറുകൾ, അത് വേറെ ടേം വരാം, പക്ഷേ ഇതിൻ്റെ സ്ക്വയറുകൾ ഇതിൽ കാണും. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടു. ഇത് a + b ദ ഹോൾ സ്ക്വയർ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക. a + b ദ ഹോൾ സ്ക്വയർ എന്താണ്? a² + 2ab + b². ഇത് 9n² + 6n + 1. അപ്പം നമുക്ക് ഈ സീക്വൻസിലെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. ഈ രണ്ട് ടേമിൽ നമ്മൾ 3 കോമൺ എടുത്തേ. 3 × 3n² + 2n + 1 എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ട് 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അതിൻ്റെ കൂടെ +1 വരുന്നു. 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ +1 വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന നമ്പേഴ്സിനെ എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 1 വരും. 16 എന്ന് പറഞ്ഞ ടേം ഏതാണ്? 4ൻ്റെ സ്ക്വയറാണ്. അത് 3യുടെ മൾട്ടിപ്പിൾ +1 ആണല്ലോ. 3 × 5 + 1
ഇനി 25 എങ്ങനെയാണ് വരുന്നത്? 8 × 3 + 1. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ +1 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഒരു ജനറൽ ടേം എടുത്ത്, അതായത് ഈ തന്നിരിക്കുന്ന സീക്വൻസ് 4, 7, 10 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിൻ്റെ എന്ത് ചെയ്തു? സീക്വൻസിലെ ടേമിൻ്റെ ഒരു ജനറൽ ഫോം എടുത്തു, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ കിട്ടുന്നത്? അതിലെ ടേമുകളുടെ സ്ക്വയറാണ് കിട്ടുന്നത്. അതിലെ ടേമുകളുടെ സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 3യുടെ മൾട്ടിപ്പിൾ +1 എന്ന് പറഞ്ഞാൽ ഈസ് ക്ലിയർലി ഗിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഹെൻസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതുകൊണ്ട് ഇതും എന്താകും? അതിലെ ഇത് സീക്വൻസിലെ ടേം ആകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ പറ്റണം? 3യുടെ മൾട്ടിപ്പിൾ +1 എന്ന് എഴുതാൻ പറ്റണം അല്ലേ? നമ്മുടെ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? 3n + 1, 3യുടെ മൾട്ടിപ്പിൾ +1. നമ്മുടെ ടേം 3n + 1, അതായത് 3യുടെ മൾട്ടിപ്പിൾ +1 എന്നായിരുന്നു ഇതിനകത്തിലെ ടേം. 3n + 1 എന്നാകുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴും 3യുടെ മൾട്ടിപ്പിൾ +1 എന്ന് എഴുതാൻ പറ്റണം. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നു, 3യുടെ മൾട്ടിപ്പിൾ +1. That means this is clearly squares are also in terms of the sequence. ഇനി 6th question. എന്താ 6th question പറഞ്ഞേക്കുന്നത്? 5, 8, 11 etc. എന്ന് പറയുന്ന അരിത്തമാറ്റിക് സീക്വൻസ്. Prove that the arithmetic sequence 5, 8, 11 etc. contains no perfect squares. അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നേരത്തെ പോലെ തന്നെ നമുക്കിതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നോക്കിക്കേ, dn + f - d. d എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. 3n + 5 - 3, 3n + 2. അപ്പോൾ ഈ സീക്വൻസിനകത്തെ പ്രത്യേകത എന്താണ്? 3n + 2 എന്ന് പറയുമ്പോൾ ഇതിലെ ടേമുകളെയെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നതാണ്. ഇതിലെ ടേമുകളെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നതാണ്. പക്ഷേ ഒരു പെർഫെക്റ്റ് സ്ക്വയറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരത്തില്ല. ഓൾ ടേം ഓഫ് ദിസ് സീക്വൻസ് ലീവ് എ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ബട്ട് ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലീവ് എ റിമൈൻഡർ 0 or 1 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ എല്ലാ പെർഫെക്റ്റ് സ്ക്വയറുകളും എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത? അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തേ വരുള്ളൂ? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. Therefore, no perfect square in this sequence. അതുകൊണ്ട് ഇതിനകത്ത് എന്തില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലും ഇല്ല. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ഉം 1 ഉം. പക്ഷേ റിമൈൻഡർ 0 ഉം 1 ഉം വരുന്ന ടേംസ് ഒന്നും ഈ സീക്വൻസിലില്ല എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് എങ്ങനെയുള്ളതേ വരത്തുള്ളൂ? റിമൈൻഡർ 2, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നത് മാത്രം അതിനകത്തിൽ. പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ മാറ്റി എഴുതിയാൽ അതിനകത്ത് റിമൈൻഡർ 0 ഉം 1 ഉം മാത്രമാണ് വരുന്നത്. ഇവിടെ റിമൈൻഡർ വരുന്നത് 2 ആണ്. അപ്പോൾ ഈ 0 ഉം 1 ഉം വരുന്നത് ഒരിക്കലും ഇതിനകത്തിൽ വരില്ല. Therefore, no perfect square in this sequence. ഈ ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Write the whole numbers in the arithmetic sequence 11/8, 14/8, 17/8 etc. Do they form an arithmetic sequence? Whole numbers എന്ന് പറഞ്ഞാൽ എന്താ? whole numbers നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 etc. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 0, 1, 2, 3 etc. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പേഴ്സ് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. സീക്വൻസ് നമുക്ക് അതിൻ്റെ ജനറൽ ഫോം നോക്കിക്കേ. സീക്വൻസ് 11/8, 14/8, 17/8 etc. ഇതിൻ്റെ ഫസ്റ്റ് ടേം 11/8. കോമൺ ഡിഫറൻസ് എന്ത് വരും? 3/8. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഫും ഡിയും കിട്ടി. എഫും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. എങ്ങനെയാ? dn + f - d. d എത്രയാ? 3/8. 3/8n + 11/8 - 3/8. ദാറ്റ് ഈസ് 8/8. ഇത് കോമൺ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ 3n + 8/8. നോക്കിക്കേ,
അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 3n + 8/8. ഈ 3n + 8/8 ഒരു ഹോൾ നമ്പർ വരണമെന്നുണ്ടെങ്കിൽ 3n + 8 എന്തായിരിക്കണം? 8ൻ്റെ മൾട്ടിപ്പിൾ ആകണം. 3n + 8 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ. For 3n + 8/8 to be a whole number, 3n + 8 must be a multiple of 8. 3n + 8 മൾട്ടിപ്പിൾ ആണ് 8ൻ്റെ എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു 8 കോമൺ ഉണ്ട്. ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടുന്ന് കൂടെ ഒരു 8 ഉണ്ടെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ എടുത്ത് ഡിനോമിനേറ്ററായിട്ട് വെട്ടിക്കളയാം. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്നിന് ഏതൊക്കെ വാല്യൂസ് വരണം? 8, 16, 24 ഈ വാല്യൂസ് വരുമ്പോൾ എന്ത് വരും? 3n + 8/8 എന്ന് പറയുന്ന ഹോൾ നമ്പേഴ്സ് വരും. അപ്പോൾ ഇവിടെ 8 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് 4. 16 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്നിന് 16 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇതിന് 4 കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 4 അല്ല, ഇതിന് എന്നിന് 8 കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 4. എന്നിന് 16 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 7. എന്നിന് 24 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 10. അപ്പോൾ 8, 16, 24 അടുത്ത് എന്ത് വരും? 32. അങ്ങനെ വരുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾസ് എന്നിന് വാല്യൂ വരുമ്പോൾ എല്ലാം നമുക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പേഴ്സ് കിട്ടും. ഇതിനിടയ്ക്ക് 1, 2, 3 ഒക്കെ എന്നിന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും വാല്യൂസ്. ആ വാല്യൂസ് എല്ലാം എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. ആ ഫ്രാക്ഷൻസ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഹോൾ നമ്പർ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഏതൊക്കെ കേസിലാണ് വരുന്നത്? എന്നിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹോൾ നമ്പേഴ്സ് വരുന്നത്. എന്നിന് വാല്യൂസ് 8ൻ്റെ മൾട്ടിപ്പിൾസ് വരിക 8, 16, 24 എക്സെട്ര. അത് വരുന്ന കേസിൽ നമുക്ക് ഇത് 3n + 8/8 എന്നുള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹോൾ നമ്പർ ടേംസ് ആണ് 4, 7, 10 എക്സെട്ര. ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, നമുക്കറിയാമല്ലോ. കോമൺ ഡിഫറൻസ് 3 വരുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്. അപ്പോൾ ഈ സെക്ഷന് അവിടെ തീരുന്നു. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളിത് മനസ്സിലാകുന്നില്ല എങ്കിൽ 1-2 പ്രാവശ്യം കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് കേട്ടിട്ട് വേണം എഴുതാൻ. ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളിത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്കത് നോക്കിയിട്ട് എഴുതാൻ പറ്റും. വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബുക്കിലോട്ട് എല്ലാം ആൻസർ ചെയ്തിട്ട് പഠിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ഞാൻ 3rd ക്വസ്റ്റ്യൻ ഇത് പറ്റിയതാണ്. 4th ക്വസ്റ്റ്യൻ ആദ്യം അറിയാതെ ചെയ്തു പോയി. 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് 3rd ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 4, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 3, അത് കഴിഞ്ഞ ഓർഡറിൽ 5 തന്നെയാണ് വന്നിരിക്കുന്നത്. 4 ഇടയ്ക്കൊന്ന് മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3 കഴിഞ്ഞു, 4 കഴിഞ്ഞിട്ട് 3 എഴുതി, അത് കഴിഞ്ഞിട്ട് 5. വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് ബുക്കിലോട്ട് ചെയ്യുമ്പോൾ സംശയം വന്നാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കണ്ടിട്ട് എഴുതാൻ പറ്റും. ഇത് ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നോക്കി ബുക്കിലോട്ട് കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കണം.